بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പഠിക്കുകയും മുവഹിദുകളായി തഖ്വയോടെ ജീവിതം നയിക്കുകയും ചെയ്യണമെന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ, നിങ്ങളിൽ എല്ലാവർക്കും ഒരു മത നിയമവും ആ നിയമം നടപ്പാക്കേണ്ട ഒരു രീതിയും നാം നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് ഏത് കാലത്തും ഇന്ന ആദർശവും ഇന്ന ആചാരങ്ങളും ഇന്ന അനുഷ്ഠാനങ്ങളും ഇന്ന ആരാധനകളും എന്നുള്ളത് തീരുമാനിച്ചിട്ടുള്ളതാണ് എന്നാണ് അർത്ഥം. ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് അവൻ്റെ സിഫത്തുകളിൽ അവന് മാത്രം നൽകേണ്ട ഏതെങ്കിലും ഒരു സവിശേഷത ഒരു സൃഷ്ടിക്ക് നൽകപ്പെടാൻ പാടില്ല എന്ന തൗഹീദാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ ആധാരം. ദാലിക മിമ്മാ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ, അതാണ് നിന്റെ റബ്ബ് വിജ്ഞാനത്തിൽ നിന്ന് നിനക്ക് വഹിയായി നൽകിയിട്ടുള്ളത്. വലാ തജഅൽ മഅല്ലാഹി ഇലാഹൻ ആഖർ, നീ അള്ളാഹുവിൻ്റെ കൂടെ മറ്റൊരു ഇലാഹിനെ ആരാധ്യനെ നിശ്ചയിക്കരുത്. അങ്ങനെ നീ ചെയ്താൽ ഫതുൽഖാ ഫീ ജഹന്നമ മലൂമൻ മദ്ഹൂറ, ആക്ഷേപിക്കപ്പെട്ടവനായും തകർക്കപ്പെട്ടവനായും നീ നരകത്തിലേക്ക് എറിയപ്പെടും. അഫാസുഫാക്കും റബ്ബുക്കും ബിൽ ബനീൻ, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ആൺകുട്ടികളെ പ്രത്യേകമായി തന്നു എന്ന് നിശ്ചയിച്ചിരിക്കുകയാണ്. വത്തഖദ മിനൽ മലായികത്തി ഇനാസ, എന്നിട്ട് അള്ളാഹു പെൺമക്കളെ സ്വീകരിച്ചു എന്നാണോ നിങ്ങളുടെ വിശ്വാസം? ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അളീമ, അതീവ ഗുരുതരമായ വർത്തമാനമാണ് തീർച്ചയായും നിങ്ങൾ അഥവാ ബഹുദൈവാരാധകർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം, അവർക്ക് പെൺകുട്ടികളെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പെൺകുട്ടികൾ ജനിച്ചാൽ അവർ കുഴിച്ചു പോകും. പെൺകുട്ടികൾ ഇല്ലാതിരിക്കുന്നവർക്കാണ് സമൂഹത്തിൽ അഭിമാനവും ആഭിജാത്യവും ഒക്കെ ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്നത്. അതേ സമയത്ത് മലക്കുകൾ റബ്ബിന്റെ പെൺമക്കളാണ് എന്ന് ജാഹിലിയ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു. അപ്പൊ അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്ന് പറയുകയും ആൺമക്കൾ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ളതാണ് എന്ന് നിശ്ചയിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. വലഖദ് സർറഫ്നാ ഫീ ഹാദൽ ഖുർആനി ലിയസ്സക്കറൂ, ധാരാളം കാര്യങ്ങളായി ഖുർആനിലൂടെ നാം നിനക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അവർ ചിന്തിക്കുന്നതിനു വേണ്ടി. വമാ യസീദുഹും ഇല്ലാ നുഫൂറ, എന്നിട്ടും അകലമല്ലാതെ അവരിൽ വർദ്ധിക്കുന്നില്ല. ഖുൽ ലൗ കാന മഅഹു ആലിഹതൻ, നീ പറഞ്ഞു കൊടുക്കണം, അള്ളാഹുവിന്റെ കൂടെ മറ്റ് ആരാധിക്കപ്പെടാവുന്നവർ പ്രാർത്ഥിക്കപ്പെടാവുന്നവർ ഉണ്ടായിരുന്നുവെങ്കിൽ കമാ യഖൂലൂൻ, മുശ്രിക്കുകൾ പറയും പ്രകാരം ഉണ്ടായിരുന്നെങ്കിൽ ഇദൻ ലബ്തഗൂ ഇലാ ദിൽ അർശി സബീല, അറശുടേവനായ അള്ളാഹുവിന്റെ അരികിലേക്ക് അവർ അതിരുവിടുമായിരുന്നു. സുബ്ഹാനഹു വ തആല അമ്മാ യഖൂലൂൻ, അള്ളാഹു ആകട്ടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കുഫറിൽ നിന്ന്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്നതുപോലുള്ള
കുഫറിന്റെ സിദ്ധാന്തങ്ങളിൽ നിന്ന് അള്ളാഹു പരമപരിശുദ്ധനും ഉന്നതനുമാണ്. ഉലുവൻ കബീറൻ, വളരെയേറെ ഉന്നതനാണ് എന്നാണ് സൂറത്തുൽ ഇസ്രായിലെ 41 മുതൽ 43 വരെ ആയത്തുകളിൽ നമ്മൾ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുതുറൂനി കമാ അത്റത്തിൻ നസ്വാറ ഇബ്നു മറിയം. നസ്വാറാക്കൾ ഇബ്നു മറിയം ഈസാ അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ അമിത പ്രശംസ നടത്തിയതുപോലെ നിങ്ങൾ ഒരിക്കലും എന്നെ അമിതമായി പ്രശംസിക്കരുത്. ഫഇന്നമാ അന അബ്ദു, തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഫഇന്നമാ അന അബ്ദുഹു വ റസൂലു, ഞാൻ അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലും മാത്രമാണ്. അതുകൊണ്ട് ഫഖൂലു അബ്ദുല്ലാഹി വ റസൂലു, നിങ്ങൾ എന്നെ കുറിച്ച് അള്ളാഹുവിന്റെ അടിമ, അള്ളാഹുവിന്റെ റസൂൽ എന്നിങ്ങനെ മാത്രം പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും മഹത്വമേറിയ പദവികൾ പരാമർശിക്കുന്നിടത്ത് അബ്ദ് എന്ന പദമാണ് ഖുർആൻ ഉപയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ഭൗതികമായ ഏറ്റവും വലിയൊരു നിഅമത്തായിരുന്നു മിഅ്റാജ് യാത്ര. ആ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ ആ സന്ദർഭത്തെക്കുറിച്ച് ഖുർആൻ വിവരിക്കുമ്പോൾ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, തന്റെ അടിമയെ രാപ്രയാണം നടത്തിയ അള്ളാഹു കഴിവുറ്റവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അദ്ദേഹം എപ്പോഴും പഠിപ്പിക്കുന്നത് ഞാൻ അബ്ദാണ്, അടിമയാണ്, റസൂലാണ്. നിങ്ങൾ ഒരിക്കലും അതിരുവിടാൻ പാടില്ല. അമ്പിയാക്കളുടെ കാര്യത്തിലും ഔലിയായുടെ കാര്യത്തിലും അതിരുവിട്ടവരാണ് ഈ ലോകത്ത് ബഹുദൈവാരാധന കൊണ്ടുവന്നത്. ബിദായ വ നിഹായയിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അസ്ലു ഇബാദത്തിൽ അസ്നാമി അൽ മുഗാലാത്തു ഫിൽ ബശരി വസ്സാലിഹീൻ. ആളുകളുടെ കാര്യത്തിലും സ്വാലിഹികളുടെ കാര്യത്തിലും അതിരുവിട്ടതാണ് വിഗ്രഹാരാധനയുടെ അടിസ്ഥാനം. ലോകത്ത് വിഗ്രഹാരാധന തുടങ്ങിയത് നേരെ വിഗ്രഹത്തുണ്ടാക്കി ആരാധിച്ചതല്ല. ഖബറാളികളെ അവരുടെ കാര്യത്തിൽ, മഹാന്മാരുടെ ഖബറുകൾ, അമ്പിയാക്കളുടെ ഖബറുകൾ, ആ മഹാന്മാരും അമ്പിയാക്കളുമായിട്ടുള്ള ഖബറാളികളുടെ കാര്യത്തിൽ അതിരുവിട്ടു. അങ്ങനെ മരിച്ചുപോയ മഹാന്മാരുടെ കാര്യത്തിൽ അതിരുവിടുകയും അവരുടെ മക്ബറകളിൽ ചെന്ന് ഭജനമിരിക്കുകയും റബ്ബിന് മാത്രം കൊടുക്കേണ്ട ദുആവും നേർച്ചയും ബലിയുമൊക്കെ ഈ ഖബറാളികൾക്ക് നൽകുകയും ചെയ്യുക എന്നതാണ് വിഗ്രഹാരാധനയ്ക്ക് മുമ്പ് ആദ്യം സംഭവിക്കുന്നത്. പിന്നെയാണ് വിഗ്രഹാരാധന വരുന്നത്. ഏത് തലമുറയിലും അങ്ങനെ തന്നെയാണ്. വിഗ്രഹാരാധനയുടെ ചരിത്രം പരിശോധിച്ചാൽ മഹാന്മാരുടെ കാര്യത്തിൽ അതിരുവിടലാണ്. ശിർക്കിന്റെ ആധാരം അങ്ങനെയാണ്. ലോകത്ത് ആദ്യം വിഗ്രഹാരാധന വരുന്നത് നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയിലാണ്. അതിനു മുമ്പുള്ള ആദം അലൈഹിസ്സലാമിന് ശേഷമുള്ള 10 തലമുറകളിൽ ഈ ലോകത്ത് വിഗ്രഹാരാധനയില്ല. നൂഹ് അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന ആ തലമുറയിൽ വദ് എന്നൊരു വ്യക്തിയുണ്ട്. ആ വദ് മഹാനാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ ശിർക്കില്ലല്ലോ, ബഹുദൈവത്വം ലോകത്തെവിടെയുമില്ല. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തോടുള്ള സ്നേഹം അതിര് കവിഞ്ഞ ചില ആളുകൾ അവരെ പിശാച് ശൈത്വാൻ സ്വാധീനിക്കുകയും അദ്ദേഹം അള്ളാഹുവിന്റെ അരികിൽ പ്രത്യേകം സ്ഥാനമുള്ള പദവിയുള്ള ആളാണ്, അള്ളാഹുവിനെ ഓർത്തു വെക്കാൻ വേണ്ടി രൂപമുണ്ടാക്കി വെക്കണം. അങ്ങനെ വദ്ദിന്റെ രൂപമുണ്ടായി. മറ്റൊരു നാട്ടിൽ സുവാൾ, വേറൊരു നാട്ടിൽ യഊസ്, യഊഖ്, നസർ ഒക്കെ പല നാട്ടിൽ സംഭവങ്ങളൊക്കെ ഒരേ രീതിയിൽ തന്നെ. അവരേറ്റവും ഇഷ്ടപ്പെടുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഏറ്റവും മേന്മയും നന്മയുമുള്ള ആളുകൾ റിജാലുൻ സ്വാലിഹൂന ഫീ ഖൗമി നൂഹ്, അസ്മാഉ റിജാലിൻ സ്വാലിഹീന ഫീ ഖൗമി നൂഹ്. ആദ്യകാലത്തെ വിഗ്രഹങ്ങളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് നൂഹിന്റെ ജനതയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന സ്വാലിഹുകളായ വ്യക്തികൾ എന്നാണ്. അവരുടെ കാര്യത്തിൽ അതിർവിടലുണ്ടായി. അങ്ങനെ അവരെ ഓർത്തു വെക്കാനുണ്ടാക്കി വെച്ച രൂപം അടുത്ത തലമുറ അതെന്തിനാണ് എന്നത് മറന്നു. ശൈത്താൻ അവർക്ക് ഇൽഹാമിട്ട് കൊടുത്തത് എന്താണ്? എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി, എന്തേ ഈ ഒരു വദ്ദിന്റെ മാത്രം രൂപം നിങ്ങളെ വാപ്പാരും വെല്ലിപ്പാരുണ്ടാക്കി വെച്ചു? അവർ ചില്ലറക്കാരല്ല, അവർ റബ്ബിലേക്ക് അടുപ്പമുള്ളവരാണ്. നിങ്ങൾ ന്യൂനതകളും പോരായ്മകളും ഒക്കെ ഉള്ളവരാണ്. നേരിട്ട് റബ്ബിനോട് ആവശ്യങ്ങൾ ചോദിക്കാനൊന്നും നിങ്ങൾ യോഗ്യരല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന നിങ്ങളുടെ വെല്ലുപ്പയെ നിങ്ങൾ ആദ്യം അദ്ദേഹത്തോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയുക. മഹാന്മാര് സാധാരണക്കാരെ പോലെയല്ല. ഒരു മരിച്ചു കഴിഞ്ഞാലും നമ്മൾ വിളിച്ചാലൊക്കെ കേൾക്കും. ഈ തത്വം മുശ്രിക്കിൻ്റെതാണ്, ഇസ്ലാമിൻ്റെതല്ല, അഹ്ലുസുന്നയുടേതല്ല. എന്നിട്ട് അവിടെ ചെന്ന് ആ ഒരു വിശ്വാസം അവരുടെ ഉള്ളിൽ ശൈത്താൻ കുത്തിവെക്കുകയും അത് പെട്ടെന്ന് പടരുകയും ജാഹിലുകൾക്കിടയിൽ അത് രൂഢമൂലമാവുകയും ചെയ്തു ആ വിശ്വാസം. അങ്ങനെയാണ് ലോകത്താദ്യമായി വദ് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി മാറിയത്. അപ്പം മഖബറയിൽ തുടങ്ങിയ ആരാധനയാണ് വിഗ്രഹാരാധനയിലേക്ക് മാറിയത്. ഇത്തരം സന്ദർഭങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ലോകത്തുള്ള വിഗ്രഹാരാധനയുടെ ആധാരം എന്ന് പറയുന്നത് ഖബറാരാധനയാണ്. മഹാന്മാരുടെ കാര്യത്തിൽ അതിര് വിട്ടുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന കാലഘട്ടത്തിൽ 13 ദിവസം അദ്ദേഹം രോഗത്തിന്റെ വേദനയിൽ നന്നായി വിഷമിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അതിലോരോ സന്ദർഭത്തിലും പ്രത്യേകിച്ചും 5 ദിവസങ്ങളിൽ ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തതും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നതും എന്താണ് എന്നറിയാമോ? പൂർവികരായ പ്രവാചകർക്ക്, ഇസ്രായേലി പ്രവാചകന്മാർക്ക് സംഭവിച്ചതുപോലുള്ള ദുർഗതി എനിക്കുണ്ടാകരുത്. അവരൊക്കെ അതിരുവിടപ്പെട്ടു, അവർ പലരും ആരാധിക്കപ്പെട്ടു. എന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും അതിരുവിടരുത്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദ ക്രൈസ്തവർക്ക് ശാപം. അവർ അവരുടെ നബിമാരുടെ കാര്യത്തിൽ, സ്വാലിഹുകളുടെ കാര്യത്തിൽ അവരെ മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലമായി സ്വീകരിച്ചു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയമുണ്ട്. എന്റെ മരണശേഷം എന്നെ മാറുമാടുന്ന സ്ഥലം, അവിടെ വന്ന ആളുകൾ എനിക്ക് സുജൂദ് ചെയ്യുമോ എന്ന ഭയമുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ ആവർത്തിച്ച് ഈ കാര്യം പഠിപ്പിച്ചു. അദ്ദേഹം ബോധരഹിതനായി കഴിച്ചുകൂട്ടിയ ദിവസങ്ങളിൽ ബോധം തെളിയുമ്പോൾ നൽകുന്ന ഉപദേശങ്ങളിലും അത് ആവർത്തിച്ചു. അള്ളാഹുവിനോട് മനംനൊന്ത് ദുആ ചെയ്തു. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസന യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു സ്വനമാക്കരുത്, ഒരു വിഗ്രഹമാക്കരുത്. ഒരു വ്യക്തിയുടെ രൂപമുണ്ടാക്കി വെക്കുന്നത്, ആ ഒരു അവസ്ഥ ഒരിക്കലും വരരുത്. വസൻ എന്ന് പറഞ്ഞാൽ വ്യക്തിയല്ലാത്ത ഏത് രൂപവും ആരാധിക്കപ്പെട്ടാൽ വസൻ എന്നാ പറയാം. ഒരു വ്യക്തി ആരാധിക്കപ്പെടുമ്പോൾ സ്വനം എന്നാ പറയാം, വിഗ്രഹം ഉണ്ടാക്കും. അപ്പൊ ഖബറിനെ കുറിച്ചാണ് നബി സൂചിപ്പിച്ചത്. എന്റെ ഖബറിനെ നിങ്ങൾ വസനാക്കരുത് എന്ന് പറഞ്ഞാൽ, ഖബറിൽ ചെന്ന് റബ്ബിനോട് നടത്തേണ്ട ദുആ നിങ്ങൾ എന്നോട് നടത്തരുത്. റബ്ബിന്റെ പേരിൽ നടത്തേണ്ട നേർച്ച നിങ്ങൾ എന്റെ പേരിൽ നടത്തരുത്. റബ്ബിന്റെ പേരിൽ നടത്തേണ്ട ബലി നിങ്ങൾ എന്റെ പേരിൽ നടത്തരുത്. റബ്ബിന്റെ പേരിൽ നടത്തുന്ന സത്യം ചെയ്യൽ നിങ്ങൾ ഒരിക്കലും എന്റെ പേരിൽ നടത്തരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലിയർ ആക്കി. ലാ തുതുറൂനി കമാ അത്റത്തിൻ നസ്വാറ ഇബ്നു മറിയം. ഇബ്നു മറിയമിന്റെ കാര്യത്തിൽ നസ്വാറ ക്രൈസ്തവർ അമിത പ്രശംസ നടത്തിയതുപോലെ എന്റെ കാര്യത്തിൽ ഒരിക്കലും നിങ്ങൾ നടത്താൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞു. എന്താണ്? ഈസാ നബിയുടെ കാര്യത്തിൽ അതിരുവിട്ടു. പൂർവ്വകാലത്ത് സംഭവിച്ചതൊക്കെ, അറേബ്യയിൽ വിഗ്രഹാരാധന വന്നതും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലാത്ത് എന്നത് ഒരു മഹാനാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് അറേബ്യയിൽ വിഗ്രഹങ്ങളോ വിഗ്രഹാരാധനയോ ഇല്ല. ലാത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത്, ലാത്ത് ജീവിച്ചിരിക്കുമ്പോൾ വിഗ്രഹാരാധന ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം സ്വാലിഹായ മനുഷ്യനാണ്. അദ്ദേഹം ആജുമാർക്ക് പായസം ഉണ്ടാക്കി കൊടുക്കും. അദ്ദേഹത്തിന്റെ പായസം കുടിക്കുന്നവർക്ക് അള്ളാഹു പ്രത്യേകമായ പോഷണം നൽകി. അതുകൊണ്ട് അതൊരു ബറക്കത്തുള്ള പായസമായി അറിയപ്പെട്ടു. സ്വാഭാവികമായും അദ്ദേഹം വലിയായോ അല്ലെങ്കിൽ ആ നിലക്ക് ബറക്കത്തുള്ള, അദ്ദേഹം ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുള്ളതാകുന്ന ഒരു സ്ഥാനമുള്ളതായോ അദ്ദേഹം നാട്ടിലൊക്കെ അറിയപ്പെട്ടു. അദ്ദേഹം മരിച്ചപ്പോൾ അവിടെ പരദേശിയായ ഖുസാഅ ഗോത്രക്കാരനായ ഒരു പൂജാരി, ഒരു ക്ഷേത്ര പൂജാരി ആ മക്ക രാജ്യത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇദ്ദേഹത്തിന് മരണം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ശിർക്ക്, സൃഷ്ടിപൂജ അദ്ദേഹം എവിടെയും കൊണ്ടുവരാൻ ശ്രമിച്ചു. ലാത്തയെ മറമാടിയ സ്ഥലത്ത് ലാത്തയുടെ ഖബറിന്റെ അരികിൽ ചെന്ന് അദ്ദേഹം ഭജനമിരുന്നു. യഖൂൽ, എന്നിട്ട് പറയാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ഇന്നഹു ലം യമുത്, ലാത്ത മരിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ മഹാന്മാരെ കുറിച്ച്, ഔലിയാക്കളെ കുറിച്ച് പ്രചരിപ്പിക്കാറില്ല. അവർക്ക് ജീവിതവും മരണവും സമമാണ്. അവർ മരിച്ചാലും മരിച്ചു എന്ന് പറയാൻ പാടില്ല. ഇത് അബൂജഹലിന്റെ വിശ്വാസമാണ്, ഋതുബത്തിന്റെയും ശൈബത്തിന്റെയും വിശ്വാസമാണ്. അറബികൾക്കിടയിൽ ആദ്യമായി വിഗ്രഹാരാധന നടപ്പാക്കിയ ലാത്തയുടെ ഖബറിന്റെ അരികിലേക്ക് സായിബത്ത് ഒരു ഒട്ടകത്തെ നേർച്ചയായി ഒഴിഞ്ഞിരുന്ന സമ്പ്രദായം, ഹുവല്ലദീ അവ്വലു മൻ സയ്യബ സവായിബ്, ആദ്യമായി ഒട്ടകത്തെ ഒഴിഞ്ഞിരുന്ന സമ്പ്രദായം തുടങ്ങിയവൻ അംർ ബിൻ ലുഹയ്യാണ്. ആ തെമ്മാടി കൊണ്ടുവന്ന വിശ്വാസമാണ് മഹാന്മാര് മരിച്ചാലും ജീവിച്ചിരിക്കുന്നവരെ പോലെയാണ്, ഇതൊക്കെ കഴിവ് കൂടും. എന്നിട്ട് അവർ അവരുടെ കഴിവുകൾ കൊണ്ട് നമ്മൾ അവരോട് ചോദിച്ചാൽ റബ്ബിനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ നേടിത്തരും. ഇത് തന്നെയാണ് മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം. ഇന്ന് ജാറങ്ങൾ മുഴുവൻ തെണ്ടി നിരക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നത്, അവരും വിശ്വസിക്കുന്നത് ഈ ഖബറാളി, ആ ഖബറാളിയോട് ഞങ്ങൾ ദുആ ചെയ്താൽ, ഇസ്തിഗാസ ചെയ്താൽ അയാൾ റബ്ബിനോട് പറഞ്ഞ് കാര്യങ്ങൾ നേടിത്തരും, അയാൾ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. എല്ലാ മുശ്രിക്കിന്റെയും വിശ്വാസം അങ്ങനെ തന്നെയാണ്. അത് തലപ്പാവ് ധരിച്ചു പറഞ്ഞാലും, ഇസ്ലാമിന്റെ പേര് ധരിച്ചു പറഞ്ഞാലും, ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞാലും ശിർക്കൻ വിശ്വാസമാണ് അത് എന്ന് കാണാൻ സാധിക്കും. ഇതിനെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. ഈസാ നബി ഇസ്ലാമാണ് പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ പിൽക്കാലത്ത് ഏത് വിശ്വാസത്തിലേക്ക് അധപ്പതിച്ചു? ഈസാ നബിയുടെ കാര്യത്തിൽ അവർ അതിരുവിട്ടു. വഖാലു ഇത്തഖദ റഹ്മാനു വലദ, പരമകാരുണികനൊരു പുത്രനെ സ്വീകരിച്ചു എന്ന് തന്നെ അവർ പറഞ്ഞു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, നിങ്ങൾ ആ പറഞ്ഞത് അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അള്ളാഹുവിനൊരു പുത്രനുണ്ടെന്ന് പറഞ്ഞാൽ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ മറ്റൊരു സൃഷ്ടിയുണ്ടെന്ന് പറഞ്ഞാൽ, തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദാ, ആകാശങ്ങൾ പിളരാൻ മാത്രം ഗൗരവമേറിയത്, ഭൂമി പൊട്ടിത്തുണ്ടമാകാൻ മാത്രം ഗൗരവമേറിയത്,
പർവ്വതങ്ങൾ പൊടിയായി തകർന്നു പോകാൻ മാത്രം ഗൗരവമുള്ള വചനമാണ് ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നത്. അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് പറയുന്ന വാദം അള്ളാഹു എത്രമാത്രം വെറുക്കുന്ന ഒരു തിന്മയാണ്. എന്നിട്ടൊരു നാണമില്ലാതെ നമ്മുടെ മുസ്ലിങ്ങൾ, വലിയ വിദ്യാഭ്യാസമുള്ളവർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഇവരൊക്കെ ഈസാ നബി ജനിച്ച ദിവസം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവം വന്നാൽ അന്ന് സ്കൂളിലും കോളേജിലും പ്രത്യേക പരിപാടി. നമ്മുടെ കുട്ടികളൊക്കെ നേരത്തെ പോകും, പിരിവ് കൊടുക്കും. എന്താണ് ശിർക്കിനെ സംബന്ധിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഒരു ഇസ്ലാമിക വ്യക്തിത്വം പാലിക്കാൻ നമ്മുടെ ഉമ്മത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഫസ്തഖിം കമാ ഉമിർത, നിനക്ക് എങ്ങനെയാണോ കൽപ്പന കിട്ടിയത് അതേപോലെ നിലകൊള്ളണം. ഖുർആൻ പറയാണ്. പിന്നെ വീണ്ടും വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുൻ നാർ, ശിർക്ക് ചെയ്യുന്നവരോട് ചായ്വ് കാണിക്കരുത്, നരകം നിന്നെ സ്പർശിക്കും. ഇന്ന് ശിർക്കിന്റെ ഉത്സവങ്ങളും ഉണ്ടാകുമ്പോൾ തൗഹീദിന്റെ വക്താക്കളും അറിഞ്ഞും അറിയാതെയും അതിൽ പങ്കെടുക്കും. ഒരുപക്ഷേ അതിന്റെ ആരാധനകൾ അവർ നടത്തുന്നില്ലെങ്കിലും ആരാധനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ആസ്വദിക്കുന്നു, അവർ അനുഭവിക്കുന്നു. ശിർക്കിന്റെ എഴുന്നള്ളത്തുകൾ, പെട്ടിവരവുകൾ, ഘോഷയാത്രകൾ, ശോഭയാത്രകൾ, ഈ ശിർക്കിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ അത് കാണാനും അത് പങ്കെടുക്കാനും അത് സഹകരിക്കാനും അത് ആസ്വദിക്കാനും ആ ശിർക്കിന്റെ എല്ലാ ഹാവഭാവങ്ങളും നൃത്തങ്ങളും പേക്കൂത്തുകളും കൊട്ടും പാട്ടും ഇത് ആസ്വദിക്കാനും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടവരും കലവറയില്ലാതെ ഇറങ്ങി വരുന്ന വേദനിപ്പിക്കുന്ന രംഗങ്ങളാണ് നമുക്കുള്ളത്. ഓരോ ശിർക്കനുത്സവം വരുമ്പോഴും ആ ഉത്സവത്തിന്റെ ആളുകൾക്കുള്ളതിനേക്കാൾ താല്പര്യത്തോടുകൂടി ചില ആളുകൾ കടന്നു വരും. റബ്ബിനോടല്ല അവർക്ക് കൂറ്, തൗഹീദല്ല അവർ നിലനിർത്തുന്നത്. അവർക്ക് ദുനിയാവിന്റെ നിലനിൽപ്പ്, എതിരാളികളുടെ കയ്യടി, അവരുടെ അംഗീകാരം. എല്ലാവരും എന്നെ ഒരു ശരിയായ ഒന്നിലും ഒരു തർക്കമില്ലാത്ത ഒരുത്തനായി കണ്ടാൽ അതൊരു യോഗ്യതയായി കണക്കാക്കുന്ന പലരുമുണ്ട്, അല്ലെ? ചില വാഹനങ്ങളിൽ, സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ഹിന്ദു ദൈവത്തിന്റെ ഒരു ഫോട്ടോ, ഇപ്പുറത്തൊരു യേശുവിന്റെ എന്ന് പറയുന്ന ഒരു ഫോട്ടോ, ഇപ്പുറത്ത് മക്കയുടെ ഒരു ഫോട്ടോ. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോ ലോകത്തേക്ക് വന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അള്ളാഹു നമുക്ക് തന്നൊരു നിഅമത്തുകൾപ്പെട്ടൊരു നിയമത്താണ്. ഒരു ചിത്രം വരയ്ക്കാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. അത്രമാത്രം ആത്മാവുള്ളവയുടെ ചിത്രങ്ങൾക്കെതിരെ ഇസ്ലാം ശക്തമായ നിലപാടെടുത്തത് കൊണ്ട് മാത്രമല്ല അത്. അല്ലെങ്കിൽ ഇന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫോട്ടോയും വിഗ്രഹങ്ങളും ഉണ്ടാകുന്നത് പോലെ മറ്റു വല്ലതും ഉണ്ടാകുമായിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ ഒരു അടയാളമാണത്. അതിങ്ങനെ മൂന്ന് വെച്ചാൽ അവനാണ് വലിയ മനുഷ്യൻ, നല്ല വിശാലതയുള്ളവൻ. സത്യത്തിൽ വിവരമില്ലാത്തവനല്ലേ, ഒരു വിശ്വാസത്തിലും അടിയുറച്ചു നിൽക്കാത്തവൻ, കാഴ്ചപ്പാടില്ലാത്തവൻ, നിലവാരമില്ലാത്തവരുമല്ലേ അത്തരം ആളുകൾ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം അത് ശരിയായ രൂപത്തിൽ നിലനിർത്തുക സുപ്രധാനമായ ഒരു സംഗതിയാണ്. അൻദഉ ലിറഹ്മാനി വലദ, പരമകാരുണികൻ ഒരു പുത്രനുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആകാശഭൂമികൾ, പർവ്വതങ്ങൾ പൊട്ടിത്തകരാൻ അത് കാരണമായി. വമാ യംബഗി ലിറഹ്മാനി അൻ യത്തഖിദ വലദ, പരമകാരുണികൻ ഒരു പുത്രൻ ഉണ്ടായിരിക്കുക എന്നത് യോജിച്ച സംഗതിയല്ല. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാം ഇല്ലാ ആതിർ റഹ്മാനി അബ്ദ, പരമകാരുണികൻ അരികിൽ അടിമയായിട്ട് വരും. ഈസാ നബി നാളെ പരലോകത്ത് അടിമയായിട്ടാണ് വരുന്നത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയായിട്ടാണ് വരുന്നത്. എല്ലാവരും, അബ്ദുൽ ഖാദർ ജീലാനിയും അങ്ങനെ തന്നെ വരിക, വനമ്പത്തടിഞ്ഞ ബീവിയും അങ്ങനെ തന്നെ വരിക. എല്ലാവരും അടിമയായിട്ടാണ് വരിക. ഈ അടിമകളോടാണോ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയേണ്ടത്? അവരോടാണോ ഇസ്തിഗാസ ചെയ്യേണ്ടത്? അവർക്കാണോ നേർച്ചകൾ അർപ്പിക്കേണ്ടത്? ആരാധനയുടെ ഇനങ്ങൾ അള്ളാഹു മാത്രമാണ് അറിയിക്കുന്നത് എന്ന തത്വം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോകുന്നത് ഇത്തരം ശിർക്കൻ ഉത്സവങ്ങളെ ലാഘവത്വത്തോടു കൂടി കാണുന്നുകൊണ്ടാണ്. ഇസ്ലാം ഉണ്ടായതിന് റബ്ബ് മാത്രമേ ആരാധിക്കപ്പെടാവൂ എന്നതിനു വേണ്ടിയാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം തന്നെ അതാണ്. അത് മുറുകെ പിടിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിന് മുസ്ലിം എന്ന് പറയണം? അത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ വിലയിരുത്തേണ്ട ഒരു വിഷയമാണ്. ദാലിക ഈസ ഇബ്നു മറിയം, അത് മറിയമിന്റെ മകൻ ഈസ മാത്രമാണ്. ഖൗലൽ ഹഖ് അല്ലദീ ഫീഹി യംതറൂൻ, അവർ സംശയിക്കുന്ന വിഷയത്തിൽ സത്യമായ വചനം അതാണ്. അതായത് പുത്രനല്ല, അള്ളാഹുവിന്റെ മറിയമിന്റെ മകനാണ് എന്നുള്ളതാണ്, അള്ളാഹുവിന്റെ പുത്രനല്ല. മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദ്, അതാണ് സത്യം. അള്ളാഹു ഒരു പുത്രനെ സ്വീകരിക്കില്ല. സുബ്ഹാന, അവൻ പരമപരിശുദ്ധനാണ്. ഇദാ ഖളാ അംറൻ, അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ, അവൻ ഉണ്ടാകട്ടെ എന്ന് അതിനോട് പറയും, അപ്പോൾ ഉണ്ടാകും. അങ്ങനെ ഈസാ നബി ഉണ്ടാകട്ടെ എന്ന് അള്ളാഹു തീരുമാനിച്ചു. കുൻ എന്ന ഒരു കെലിമത്ത് പറഞ്ഞു. അങ്ങനെയാണ് ഈസാ നബി ഉണ്ടായത്. അതുകൊണ്ടാണ് ഈസാ നബി കെലിമത്തുല്ലാഹ്, അള്ളാഹുവിന്റെ കെലിമത്ത് എന്നറിയപ്പെടുന്നത്. അള്ളാഹുവിന്റെ മകൻ എന്നല്ല, അള്ളാഹുവിന്റെ കെലിമത്ത് എന്നാണ്. കുൻ എന്ന ആ കെലിമത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ അത് വ്യക്തമാക്കി. വഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂ,
തീർച്ചയായും അല്ലാഹുവാണ് എന്റെയും നിങ്ങളുടെയും റബ്ബ്, അവനെ മാത്രം ആരാധിക്കണം. ഇതാണ് ഈസാ നബി പഠിപ്പിച്ചത്. ഹാദാ സിറാത്തുൽ മുസ്തഖീം, അതാണ് നേരായ മാർഗം. ഇത് നമ്മൾ നന്നായി മനസ്സിരുത്തുകയും ഉൾക്കൊള്ളുകയും വേണം എന്നതാണ്. മറിച്ച് ഈസാ നബി അള്ളാഹുവിന്റെ പുത്രനാണെന്നോ, 3 ആളത്വങ്ങളിൽ ഒന്ന് ത്രിത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതിലുള്ള പുത്രനാണ് എന്നോ ഈസാ നബിയെ കുറിച്ച് ഒരുത്തൻ പറഞ്ഞാൽ അവൻ കാഫറായി. ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം, മസീഹ് ഇബ്നു മറിയം അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ കാഫറായി. വഖാലൽ മസീഹ്, മസീഹ് ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, യാ ബനി ഇസ്രായേൽ അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും റബ്ബായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും സൃഷ്ടികളെ ആരാധിച്ചാൽ, അല്ലാഹുവിന് കൊടുക്കേണ്ട പ്രാർത്ഥനയോ ആരാധനയുടെ ഇനങ്ങളോ ആരെങ്കിലും സൃഷ്ടികൾക്ക് നൽകിയാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗം നിഷിദ്ധമാക്കി. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസ്വാർ, അക്രമികളെ സഹായിക്കാൻ, ശിർക്ക് ചെയ്യുന്നവരെ സഹായിക്കാൻ നാളെ ഒരു വലിയും ഒരു ശൈഖും ഒരു നബിയും പരലോകത്ത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സൂറത്തുൽ മാഇദയിലെ 37-ാമത്തെ ആയത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് മഹ്ശറിൽ ഹൗദിന്റെ അരികിലേക്ക് സത്യവിശ്വാസികൾ വരുന്നതിന് മുമ്പായി ആദ്യം അവിടെ എത്തിച്ചു. തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ ഹൗദിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കോരി കുടിച്ചാൽ പിന്നെ ഒരിക്കലും ദാഹിക്കുകയില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് മാത്രമായി ഒരു ഹൗദുണ്ട്. 1 മാസത്തെ വഴിദൂരമാണ് അതിന്റെ നീളവും വീതിയും. ആ ഹൗദിൻകൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തും. അതിൽ നിന്ന് കോരിക്കുടിക്കാൻ വേണ്ടി സത്യവിശ്വാസികൾ വരും, അവർ കോരിക്കുടിക്കും. എന്നാൽ ചില ആളുകൾ തടയപ്പെടും. അവരുടെ വുളുവിന്റെ അടയാളങ്ങൾ കൊണ്ട് നബിക്ക് മനസ്സിലാകും അത് എന്റെ ഉമ്മത്താണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലുള്ള ആളുകൾ വുളു ചെയ്തതിന്റെ പേരിൽ അവരുടെ വുളുവിന്റെ അവയവങ്ങൾ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അത് നബിക്ക് നബിയുടെ ഉമ്മത്താണെന്ന് മനസ്സിലാകും. നബി പറയും ഉമ്മത്തി, ഉമ്മത്തി, അതെന്റെ ഉമ്മത്താണ്. അസ്ഹാബി അല്ലെങ്കിൽ എന്റെ ആളുകളാണ്. പക്ഷെ അവർ പിൽക്കാലത്ത് ബിദ്അത്തുകൾ ചെയ്തിട്ടുണ്ട്. ബിദ്അത്തായ വിശ്വാസങ്ങളും പ്രവർത്തനങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ബിദ്അഇകൾക്ക് ഹൗദിൽ നിന്ന് കുടിക്കാൻ കഴിയില്ല. സുന്നത്തിനെതിരായി ബിദ്അത്തുകൾ പ്രവർത്തിക്കുന്ന ഒരാൾക്കും, അത് ഖബർ പൂജയാകട്ടെ, അതേപോലെ തന്നെ ചാവടിയന്തരമാകട്ടെ, ജന്മദിനാഘോഷങ്ങളാകട്ടെ, ബിദ്അത്തായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ദീനല്ലാത്തത് ദീനാണ് എന്ന രീതിയിൽ ദീനാണെന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കുന്ന ബിദ്അത്തുകൾ ചെയ്യുന്നവർ ഹൗദിൽ നിന്ന് ആട്ടിയകറ്റപ്പെടും. ആ ഹൗദിൽ നിന്ന് ആട്ടിയകറ്റപ്പെടുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരം കിട്ടും, ഇന്നക ലാ തദ്രി മാ അഹദസു ബഅദക, നിന്റെ മരണശേഷം ഇവർ ബിദ്അത്തായി ചെയ്ത കാര്യങ്ങൾ നിനക്കറിഞ്ഞുകൂടാ എന്ന് മുഹമ്മദ് നബിയോട് ആ നേരം പറയും. അപ്പൊ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഫസുഹ്ഖൻ സുഹ്ഖൻ, പോ ലിമൻ ബദ്ദല മിൻ ബഅദി, എന്റെ കാലശേഷം ദീനിനെ മാറ്റം വരുത്തിയ ആളുകൾ, എന്റെ കാലശേഷം ദീനിൽ മാറ്റിമറിച്ച ആളുകൾ, ബിദ്അത്തുകൾ കൊണ്ടുവന്ന ആളുകൾ, യഹൂദ ക്രൈസ്തവരുടെ ദീന് ഇസ്ലാമിന്റെ ദീനായി കൊണ്ടുവന്ന ആളുകൾ അകലെ പോകെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഈസാ നബി പറയുന്ന മറുപടി ഞാൻ പറയും എന്ന് ചില റിപ്പോർട്ടിലുണ്ട്. ഈസാ നബി എന്താ പറഞ്ഞത്? സൂറത്തുൽ മാഇദയിലെ 116, 117 ആയത്തിൽ കാണാം, വൈദ് ഖാല അല്ലാഹ്, അല്ലാഹു പറഞ്ഞു, ചോദിച്ചു, യാ ഈസ ഇബ്നു മറിയം, ഓ ഈസ, അഅൻത ഖുൽത ലിന്നാസി ഇത്തഖിദൂനി ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ, എന്നെയും എന്റെ ഉമ്മയെയും ഇലാഹുകളായി സ്വീകരിക്കണം അല്ലാഹുവിനെ കൂടാതെ എന്ന് നീ നിന്റെ അനുയായികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖാല ഈസാ നബി പറഞ്ഞു, സുബ്ഹാനക, നീ പരമപരിശുദ്ധൻ. മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, എനിക്ക് പറയാൻ അവകാശമില്ലാത്ത കാര്യങ്ങൾ, അതായത് എന്നെ ആരാധിക്കണം, എന്റെ ഉമ്മയെ ആരാധിക്കണം എന്നൊരിക്കലും ഞാൻ പറയുകയില്ല റബ്ബേ. ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു, ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിനക്കതറിയുമല്ലോ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക്, നിന്റെ ഉള്ളിലുള്ളത് എനിക്കറിയില്ല, എന്നാൽ എന്റെ മനസ്സിലുള്ളത് നിനക്കറിയാം. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നീ ഗൈബുകൾ അറിയുന്നവനാണ്. മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബി, നീ എന്താണോ കൽപ്പിച്ചത് എന്നോട് അതുമാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ്? അനി അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവെ മാത്രം ആരാധിക്കണം. റബ്ബി വ റബ്ബക്കും, അവൻ എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമാണ്. വകുന്തു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം, അവർക്കിടയിൽ ഞാൻ ഉണ്ടായിരുന്ന കാലത്തോളം ഞാൻ അതിന് സാക്ഷിയാണ്. ഈസാ നബിക്ക് ഗൈബൊന്നും അറിയില്ല. ഈസാ നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഈസാ നബിയുടെ കൂടെയുള്ളവർ റബ്ബിനെ മാത്രമേ ആരാധിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം. ഞാനുള്ള കാലത്ത് ഞാൻ സാക്ഷിയാണ്, ഞാൻ എന്നെ ആരാധിക്കണം അല്ലെങ്കിൽ എന്റെ ഉമ്മയെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ഫലമ്മാ തവഫൈതനി, നീ എന്നെ ഏറ്റെടുത്തപ്പോൾ കുൻത അൻത റഖീബ അലൈഹിം, പിന്നെ അവരെന്തു ചെയ്തു എന്നതിന് നീയാണ് സാക്ഷി. ഈ വർത്തമാനം ഞാനും പറയുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞു. മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം ഈ ദുനിയാവിൽ എന്താണ് നടക്കുന്നത് നബിക്ക് അറിഞ്ഞൂടാ.
ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ നടക്കുന്ന ഖബർ പൂജയും ദർഗാ പൂജകളും അതേപോലെ തന്നെ ബിദ്അത്തുകളും ചാവടിയന്ത്രങ്ങളും അങ്ങനെ ജന്മദിനാഘോഷങ്ങൾ ഒരുപാട് പരിപാടി. ഇതൊന്നും നബി പറയും എനിക്കറിയില്ല, ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല, ഇവർ വിധേയികളാണെന്നും എനിക്കറിയില്ല. ഈസാ നബി പറഞ്ഞ വാക്ക് ഞാനും പറയും. ഈസാ നബി എന്താ പറഞ്ഞത്? എന്നെ നീ ഉയർത്തുന്നത് വരെ അവരുടെ കാര്യം എനിക്കറിയാമായിരുന്നു, ഞാൻ സാക്ഷിയാണ്. എന്നെ ഉയർത്തിയ ശേഷം നിനക്കറിയാം. അതുപോലെ മുഹമ്മദിനെ പറയും, ഞാൻ മരിക്കുന്നവരെ ഞാൻ ഈ ജാതി കാര്യങ്ങളൊന്നും പഠിപ്പിച്ചിട്ടില്ല, പിന്നെ അവർ ചെയ്തത് നിനക്കറിയാം എന്ന് ഞാൻ പറയും. അൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹുവേ നീയാണ് എല്ലാത്തിനും സാക്ഷി. അപ്പോൾ ഈസാ നബിയിൽ നിന്ന് നമുക്കുള്ള പാഠം നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിന് മാത്രമേ നൽകാവൂ എന്നുള്ളതാണ്. ജാറം കെട്ടിപ്പൊക്കാൻ പാടില്ല എന്നതാണ്. അമ്പിയാക്കൾക്കോ ഔലിയാക്കൾക്കോ അമിത പ്രശംസയും സ്ഥാനവും കൊടുത്ത് റബ്ബിന് മാത്രം അർപ്പിക്കേണ്ട ഇബാദത്തിന്റെ ഇനങ്ങൾ ഒരു കാരണവശാലും ഈ ബീവിമാർക്കും തങ്ങന്മാർക്കും സിദ്ധന്മാർക്കും ഒന്നും നൽകാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതുകൊണ്ട് തന്നെ ഈസാ നബിയുടെ പേരിൽ ശിർക്കും ശിർക്കിന്റെ ഉത്സവങ്ങളുമായി നടക്കുമ്പോൾ ആ ഉത്സവങ്ങളിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അവരോട് ചായ്വ് കാണിക്കരുത്, ശിർക്ക് ചെയ്യരുത് എന്നല്ല, ശിർക്ക് ചെയ്യുന്നവരോട് ചായ്വ് കാണിക്കരുത്. വലാ തർകനു ഇലല്ലദീന ളലമു ഫതമസ്സകുമുന്നാർ എന്നാണ് സൂറത്ത് ഹൂദിന്റെ അവസാനത്തിൽ 111, 112 ആയത്തുകൾ വായിക്കുക. ഫതമസ്സകുമുന്നാർ, നരകാഗ്നി സ്പർശിക്കും. ശിർക്ക് തൊട്ടാൽ നരകം സ്പർശിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഇമാം ഹാഫിദ് ദഹബി അദ്ദേഹത്തിന്റെ ഒരു റിസാലയിൽ പറഞ്ഞു, ഫഇൻ ഖാല ഖായിൽ, ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ, ഇന്നമാ നഫഅലു ദാലിക ലി അജ്ലിൽ ഔലാദി വസ്തിഗാരി വന്നിസാ, അതായത് അഹ്ലുൽ ഖമീസ് ക്രിസ്ത്യാനികളുടെ ഒരു ഉത്സവമാണ്. അവർ ഈ ഈസ്റ്ററിന് മുമ്പുള്ള അതിനോടനുബന്ധിച്ച് ഒരു ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന ഞായറാഴ്ചയിൽ നടത്തുന്ന ഒരു ഉത്സവമാണ്. അവരാണ് അഹ്ലുൽ അതിന്റെ തൊട്ടു മുമ്പുള്ള വ്യാഴാഴ്ചയിൽ നടത്തുന്ന ഒരു ഉത്സവമാണ് അഹ്ലുൽ ഖമീസ്. ഖമീസിന്റെ ആളുകൾ ഒരു പ്രത്യേക ഉത്സവം നടത്തും. അപ്പൊ ചില മുസ്ലിങ്ങളായ ചില സ്ത്രീകൾക്ക്, ചില കുട്ടികൾക്കൊക്കെ അതിൽ പങ്കെടുക്കാനും അതിന്റെ ഘോഷയാത്രയും അതിന്റെ വിളക്കുകളും പരിപാടികളൊക്കെ കാണാൻ താല്പര്യമുണ്ട്. അപ്പൊ കുട്ടികൾക്കും ഭാര്യമാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങളും ഒന്ന് അവരൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യട്ടെ, അന്ന് ചെയ്യുന്ന പോലെ ചില പരിപാടികളൊക്കെ ഞങ്ങളെ വീട്ടിലും ഒപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഫയുഖാൽ ലഹു, പറയപ്പെട്ടു, അസ്വ ഉന്നാസി ഹാലൻ, ജനങ്ങളിൽ ഏറ്റവും മോശം അവസ്ഥയിലുള്ള ആളുകൾ ആരാണെന്നറിയാമോ? മൻ അർളാ അഹ്ലഹു വ ഔലാദഹു ബിമാ യസ്ഖത്തുല്ലാഹ് അലൈഹി, അള്ളാഹുവെ ദേഷ്യം പിടിപ്പിക്കുന്ന വിഷയങ്ങൾ ചെയ്തുകൊണ്ട് ഭാര്യക്കും മക്കൾക്കും സന്തോഷിക്കാൻ അവസരം കൊടുക്കുക. ഇവിടെ ജാറത്തിന്റെ ഉത്സവങ്ങൾ, നേർച്ചകൾ, പൂരങ്ങൾ, ഉറൂസുകൾ ഇതൊക്കെ നടക്കുമ്പോൾ, ക്രിസ്മസുകൾ, ഇങ്ങനെയുള്ള ശിർക്കൻ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അതിന്റെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാനും അത് ആസ്വദിക്കാനും അത് കാണാനും ഭാര്യമാർക്കും മക്കൾക്കും അവസരമുണ്ടാക്കി കൊടുത്താൽ ഇവരാണ് ലോകത്തെ ഏറ്റവും മോശം നിലവാരത്തിലുള്ള മുസ്ലിങ്ങൾ എന്നാണ് ഇമാം ഹാഫിദ് ദഹബി റഹ്മഹുല്ലാ പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം ശേഷം പറയാണ്, ഇത് പറയുന്നതിന് അദ്ദേഹം ഒരു രേഖയുള്ള ഒരു തെളിവുണ്ട്. അൻ അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാൽ, അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറഞ്ഞു, മൻ സനഅ നൈറൂസഹും വമഹർജാനഹും വതശബ്ബഹ ബിഹിം ഹത്താ യമൂത് വഹുവ കദാലിക, ഒരാള് ഈ അഹ്ലു കിതാബിന്റെ അല്ലെങ്കിൽ മജൂസികളുടെ അത്തരം ആളുകളുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും അതുമായി ബന്ധപ്പെട്ട് വല്ലതും ഉണ്ടാക്കിയാൽ, എന്നിട്ട് അതിൽ തൗബ ചെയ്യാതെ അവൻ അങ്ങനെ വലം യത്തുബ്, അവൻ തൗബ ചെയ്യാതെ അങ്ങനെ തന്നെ മരിച്ചുപോയാൽ ഹുസിറമാഹും യൗമൽ ഖിയാമ. ഇപ്പൊ ക്രിസ്മസിന് ഈ നക്ഷത്രമൊക്കെ തൂക്കുന്ന ആൾ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലാണ് നാളെ പരലോകത്ത് എഴുന്നേൽപ്പിക്കപ്പെടുക. ശിർക്കൻ ഉത്സവങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ ഈ പൊതു സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ വ്യക്തി സൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ആണ് ഉണ്ടാകേണ്ടത്. ശിർക്കിനോടുള്ള സൗഹാർദ്ദം എങ്ങനെ അതെന്ന് പറയും നിങ്ങൾ? കള്ളിനോട് നമുക്ക് സൗഹാർദ്ദം കാണിക്കാൻ പറ്റുമോ? കള്ളുകുടിയന്മാരായിക്കൊണ്ട് നമുക്ക് സ്നേഹിക്കാം. അവർ കള്ളിനെ വെറുക്കുന്നതിനേക്കാൾ കൂടുതൽ വെറുക്കേണ്ട ഒരു സംഗതിയല്ലേ ശിർക്ക്? ഇതെന്താ മനസ്സിലാക്കാത്തത്? കള്ളുകുടിയന്മാരോട് നമുക്ക് വെറുപ്പുണ്ട്, കള്ളുകുടിയോട് നമുക്ക് വെറുപ്പുണ്ട്. തീർച്ചയായിട്ടും ശിർക്കിനോടും സൃഷ്ടിപൂജയോടും ഈസാ നബി ആരാധിക്കുന്നവരോടും നമുക്ക് എതിർപ്പും വെറുപ്പും ഉണ്ടായേ പറ്റൂ. അത് നമ്മുടെ ഈമാൻ ശക്തിയാകുന്നതിന് അടയാളമാണ്. അള്ളാഹുവെ ആരാധിക്കുക എന്നുള്ളത് മാത്രമല്ല തൗഹീദ്, താഹൂത്തിനെ വർജിക്കുക എന്നുള്ളത് കൂടിയാണ്.
അള്ളാഹുവെ വിശ്വസിക്കുകയും വേണം, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാതിരിക്കുകയും വേണം. അത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ തൗഹീദ് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോഴേ സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഒന്നിനർത്ഥമുള്ളൂ. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഒരുവനാണ്, അള്ളാഹു സമദ്, അള്ളാഹു എല്ലാവർക്കും ആശ്രയം നൽകുന്നവൻ, മറ്റൊരാളുടെ സഹായം ആവശ്യമില്ലാത്തവൻ, ലം യലിദ് വലം യൂലദ്, അവൻ സന്താനങ്ങളെ ജനിപ്പിച്ചിട്ടില്ല, അവൻ സന്താനമായി ജനിച്ചതുമല്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യമായി യാതൊന്നുമില്ല. ഇതാണ് അടിസ്ഥാനം. ഇതാണ് അടിസ്ഥാനം. ഇത് നമ്മൾ നന്നായി മനസ്സിരുത്തണം, നന്നായി ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമോ, വല്ലദീന ലാ യശ്ഹദൂന സൂർ, ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാന്റെ പകുതി മുതൽ. അത് പറയുന്നിടത്ത് 72-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അവർ അസ്ദൂർ സന്ദർശിക്കാത്തവരാണ്. വൈദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ, അവർ ലഗ്വ് വിനോദങ്ങളെ അതിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ കിറാമ മാന്യന്മാരായി നടന്നു പോകുന്ന ഇത് ശ്രദ്ധിക്കാതെ പോകും. ഇവിടെ സൂർ എന്ന് പറഞ്ഞാൽ, സൂറിന്റെ അരികിലേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ, തഫ്സീർ എടുത്താൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ട് സഈദ് ബിൻ ജുബൈർ, ലഹാഖ്, മുജാഹിദ്, ഇബ്നു സിരീൻ ഇവരൊക്കെ പറയുന്നത് അസൂർ അയാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ ഉത്സവങ്ങൾ. അത് ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ജാറപൂജകളാണെങ്കിലും ഉറൂസ് ആണെങ്കിലും അതൊക്കെ മുശ്രിക്കുകളുടെ ഉത്സവങ്ങളാണ്. അതിൽ സന്ദർശിക്കാൻ പാടില്ല. വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ മുശ്രിക്കുകളുടെ ഉത്സവങ്ങൾ സന്ദർശിക്കാത്തവരാണ് എന്നാണ് സൂർ എന്നതിന് വിശദീകരണം കൊടുത്തിരിക്കുന്നത്. സൂർ എന്നതിന്റെ വാക്കർത്ഥം വ്യാജം എന്നാണ്. ശരിയായ ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പകരമുണ്ടാകുന്ന വ്യാജ ആഘോഷങ്ങൾക്കാണ് സൂർ എന്ന് പറയാം. ഇവിടെയുള്ള എല്ലാ ശിർക്കൻ ഉത്സവങ്ങളും വ്യാജ ആഘോഷങ്ങളാണ്. 2 ആഘോഷങ്ങളെ ഒറിജിനുള്ളൂ, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച്. അതുകൊണ്ട് മുസ്ലിങ്ങൾ വ്യാജ ആഘോഷങ്ങളെ സന്ദർശിക്കാത്തവരാണ്. മനസ്സിലായില്ലേ? ക്രിസ്ത്യാനികളുടെ ഒരു ഉത്സവമാണ്, അതിൽ സന്ദർശിക്കാത്തവർ എന്നാണ് മറ്റൊരു തഫ്സീർ. മുജാഹിദ് പറഞ്ഞത് അഴിയാദുൽ മുശ്രിക്കീൻ, റബീ ഇബ്നു അനസ് പറഞ്ഞതും അഴിയാദുൽ മുശ്രിക്കീൻ, ലഹാഖ് പറഞ്ഞു ഈദുൽ മുശ്രിക്കീൻ, ഇക്രിമ പറഞ്ഞു ഹുവ ലഅബുൻ കാന ലഹും ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലത്ത് മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹങ്ങളുടെ ഉത്സവത്തിന്റെ സമയത്ത് നടത്തിയത് ഒരു കളിയാണ് ഷആനീൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത്തരം ഉത്സവങ്ങളിൽ സന്ദർശിക്കാതിരിക്കുക എന്നത് സത്യവിശ്വാസികളുടെ ബാധ്യതയാണ്. കാരണം ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ, മുശ്രിക്കുകൾക്കുള്ള 2 ഉത്സവങ്ങൾ, അതിന് പകരമായ ഉത്തമമായ ഒന്ന് അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകിയിട്ടുണ്ട്, യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്ർ. അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ നിലപാട്. നന്നായി ഓർക്കണം. ഒരാൾ ഞാനൊരിടത്ത് ബുവാന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒട്ടകത്ത് ബലിയിറക്കട്ടെ എന്ന് വെച്ചപ്പം നബി ചോദിക്കുന്നത്, ഇവിടെ മുമ്പ് വല്ല പ്രതിഷ്ഠയും ഉണ്ടായിരുന്നോ? വിഗ്രഹങ്ങൾ ഇല്ല. ഇവിടെ ഏതെങ്കിലും ഖൗമിന്റെ ഉത്സവം നടന്നിരുന്നോ? ഫഹൽ കാന ഫീഹാ ഈദുൻ മിൻ അയ്യാദിഹിം എന്ന് നബി ചോദിച്ചു. ഇല്ല. അപ്പോഴാണ് നബി അവിടെ ബലിയിറക്കാൻ സമ്മതിച്ചത്. പണ്ടെങ്ങാനും ഒരു ഉത്സവം നടന്ന സ്ഥലത്ത് ബലിയിറത്തിട്ട് അതിനോടുള്ള ഒരു അനുഭാവം വന്നു പോകുമോ എന്ന കാര്യത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂക്ഷ്മത കാണിച്ചിട്ടുണ്ട്. അതില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നിന്റെ നേർച്ച നീ പൂർത്തിയാക്കിക്കോളൂ എന്ന് പറഞ്ഞത്. ഹക്കായി മനസ്സിലാക്കാനും തൗഹീദിൽ സംശയമില്ലാതെ അടിയുറച്ചു നിൽക്കാനും പരീക്ഷണ ഘട്ടങ്ങളിൽ ശിർക്കിൽ നിന്ന് 100% വിട്ടുനിൽക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവും പ്രാപ്തിയും യഖീനും ദൃഢവിശ്വാസവും നൽകുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് മാപ്പ് നൽകുമാറാകട്ടെ. രോഗികളായി വിഷമിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർത വലാ ഹമ്മൻ ഇല്ലാ ഫറജത വലാ മറദൻ ഇല്ലാ ശഫൈത വലാ ദൈനൻ ഇല്ലാ ഖളൈത വലാ ഹാജത മിൻ ഹവായിജി ദുനിയ വൽ ആഖിറ ഇല്ലാ ഖളൈതഹാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്.